ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് ഈ ഒരാഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് സെപ്റ്റംബർ മാസം 2-ാം തീയതിയാണ്. സെപ്റ്റംബർ മാസം 2 മുതൽ സെപ്റ്റംബർ മാസം 6-ാം തീയതി വരെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി അപ്ഡേറ്റുകൾ വന്നതാണ്. ഇനി നാളെ മറ്റന്നാളൊക്കെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ വേറെ വരും. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് മുന്നിലേക്ക് ആ സമയത്ത് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരാഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഇൻ ദ ലാൻഡ് ഓഫ് സെയിൻസ് ആൻഡ് സിന്നേഴ്സ് എന്നൊരു ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ഈ സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ ഡബ്ഡ് വേർഷൻ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോം വഴി സെപ്റ്റംബർ മാസം 6-ാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു ഹിന്ദി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. മിസ് ഫോർട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴി സെപ്റ്റംബർ മാസം 6-ാം തീയതിയാണ് ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. വാസ്കോ ഡ ഗാമ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴി സെപ്റ്റംബർ മാസം 6-ാം തീയതി തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു ഹൊറർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സ്പാനിഷ് മൂവിയാണ്. ദ ചപ്പൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സ്പാനിഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായിട്ട് ബുക്ക് മൈ ഷോസ് വഴി സെപ്റ്റംബർ മാസം 6-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. റബൽ റിഡ്ജ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി സെപ്റ്റംബർ മാസം 6-ാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ടായിരിക്കും ഈ സിനിമ റിലീസ് ചെയ്യുക. അടുത്ത മലയാളത്തിൽ റിലീസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സിനിമയാണ്. ദിലീപ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു പവി കെയർടേക്കർ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് മനോരമ മാക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. സെപ്റ്റംബർ മാസം 6-ാം തീയതി ഈ ഒരു സിനിമ മനോരമ മാക്സ് വഴി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. കിൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഇന്ത്യക്ക് പുറത്ത് ആമസോൺ പ്രൈമിൽ ഇതിനു മുമ്പേ തന്നെ റിലീസ് ചെയ്തിരുന്നു. ഇന്ത്യയിൽ ഈ ഒരു സിനിമ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി സെപ്റ്റംബർ മാസം 6-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഹിന്ദി ഭാഷയ്ക്ക് പുറമെ മറ്റു ഭാഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതുവരെ അപ്ഡേറ്റുകളൊന്നും അവർ പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും മറ്റു ഭാഷയിൽ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സെപ്റ്റംബർ മാസം 6-ാം തീയതി. അടുത്തൊരു ഇംഗ്ലീഷ് ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇമാക്കുലേറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴി സെപ്റ്റംബർ മാസം 6-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഫൈറ്റ് നൈറ്റ് ദ $1 മില്യൺ ഹീസ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴി ഈ സിനിമ സെപ്റ്റംബർ മാസം 6-ാം തീയതി ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു സീരീസ് ആണ്. ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. കോൾ മി ബേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അനന്യ പാണ്ഡെ, വരുൺ ധവാനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്, സീരീസ് ആണ്. ആമസോൺ പ്രൈം വഴി സെപ്റ്റംബർ മാസം 6-ാം തീയതിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഹിന്ദി ഭാഷയ്ക്ക് പുറമെ മറ്റു ഭാഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഫാൾ ഗൈ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഇംഗ്ലീഷ് ഭാഷ ഇതിന് മുമ്പേ തന്നെ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ മുതൽ ഈ സിനിമ മറ്റു ഭാഷയിൽ, അതായത് തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് ജിയോ സിനിമ, ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ് എന്നീ OTT പ്ലാറ്റ്ഫോം വഴി അവൈലബിൾ ആണ്. അടുത്ത ഒരു ക്രൈം ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. അർജുൻ കപൂറൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ലേഡി കില്ലർ എന്ന് പറഞ്ഞ സിനിമ. ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഹിന്ദി ഭാഷയിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത മലയാളത്തിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സിനിമയാണ്. കുറച്ച് ദിവസം മുമ്പേ തന്നെ തിയേറ്റർ റിലീസ് ചെയ്ത അഡിയോസ് അമിഗോ എന്ന് പറഞ്ഞ സിനിമയാണ്. ആസിഫ് അലി, അതുപോലെ തന്നെ സുരാജ് ഒക്കെ പ്രധാന വേഷം കൈകാര്യം കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. മലയാളം ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ സെപ്റ്റംബർ മാസം 6-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഇന്ത്യക്ക് പുറത്ത് സിംപ്ലി സൗത്തിലും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതായിരിക്കും സെപ്റ്റംബർ മാസം 6-ാം തീയതി തന്നെ. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കിയിട്ടുള്ളത്. സെപ്റ്റംബർ മാസം 2 മുതൽ 6 വരെ, 6-ാം തീയതി വരെ, ഇന്ന് മുതൽ ഈ ആഴ്ച വെള്ളിയാഴ്ച വരെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്ന അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇനി വേറെ സർപ്രൈസുകളും കാര്യങ്ങളൊക്കെ വരാം. അപ്ഡേറ്റ് വരാത്ത സിനിമകൾ നാളെ മറ്റന്നാളൊക്കെ അപ്ഡേറ്റുകളോടുകൂടി തന്നെ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. മറ്റു അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എൻ്റെ ബാക്കപ്പ് ചാനലായ സാപ്പ് മീഡിയ എന്ന ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അതിൽ ബെസ്റ്റ് ത്രില്ലർ സിനിമകളും ബെസ്റ്റ് ഹൊറർ സിനിമകളും ഒക്കെ അങ്ങനത്തെ ആ ഒരു കണ്ടന്റാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ തിയേറ്റർ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എല്ലാവരും കണ്ട് പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും